നമസ്കാരം. നികുതി ചീട്ട് എന്ന് വെച്ചാൽ കരമടച്ച രസീത് ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച രേഖയാണോ ആണെന്നാണ് നമ്മൾ എല്ലാവരും ധരിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ അല്ല എന്നാണ് ഉത്തരം. എന്നാൽ പിന്നെ എന്താണ്? ഇതെല്ലാവർക്കും വളരെയധികം തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു സംഗതിയാണ്. ഇത് സംബന്ധിച്ച അവ്യക്തത നീക്കിക്കൊണ്ട് 2024 ജൂലൈ 10 പുറപ്പെടുവിച്ച സുപ്രീം കോടതി വിധിയിലും ഇക്കാര്യം പരിശോധിച്ച് തീർച്ച കൽപ്പിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ അധികാര സ്ഥാപനങ്ങൾ പോലും ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് പലർക്കും ദോഷങ്ങൾ വരുത്തി വെക്കുന്നുണ്ട്. ഇവിടെ നിരവധി ഉദ്യോഗസ്ഥരുടെ തലകൾ ഉരുണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ വിഷയം വീണ്ടും സുപ്രീം കോടതി വരെ എത്തിയത്. സുപ്രധാനമായ ഈ കോടതി വിധിയും ശരിയായ ലീഗൽ പ്രിസംഷനുമാണ് ഇന്ന് പരിശോധിക്കുന്നത്. ദിസ് ഈസ് ലീഗൽ പ്രിസം ലോ മേഡ് ഈസി. സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സിവിൽ നമ്പർ 17885/2020. അതിലെ വിധിയാണ് 2024 ജൂലൈ 10 പുറപ്പെടുവിച്ചിരിക്കുന്നത്. മൃഗാശുപത്രി വയ്ക്കാൻ സർക്കാരിലേക്ക് വിട്ടുകൊടുത്ത ഭൂമി തിരികെ വേണമെന്ന ആവശ്യമാണ് പെറ്റീഷനിൽ ഉന്നയിക്കുന്നത്. സർക്കാരിലേക്ക് ഭൂമി വിട്ടു നൽകുന്നതിനെ റിലിംഗ്വിഷ്മെന്റ് എന്നാണ് പറയുന്നത്. ഇത് നിയമപരമായി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ലീഗൽ പ്രിസം ഈ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ വന്ന കേസിൽ ഭൂമി സർക്കാരിലേക്ക് വിട്ടു നൽകുന്നതിനുള്ള ശരിയായ നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നില്ല. അതിനാൽ സ്ഥലം തിരികെ വേണമെന്നാണ് സ്വകാര്യ വ്യക്തി ആവശ്യപ്പെട്ടത്. സ്ഥലത്ത് വളരെ വർഷങ്ങളായി അവിടുത്തെ മുനിസിപ്പൽ ഏജൻസി മൃഗാശുപത്രി പണിത് അത് പ്രവർത്തിച്ചു വരികയാണ്. ഈ സ്ഥലം എങ്ങനെ ഉടമയ്ക്ക് തിരികെ നൽകും എന്നത് ഒരു നിയമപ്രശ്നമായി തീരുകയായിരുന്നു. അപേക്ഷകരോട് അവരുടെ ഉടമസ്ഥത തെളിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. അവർ ഉടമസ്ഥത തെളിയിക്കാൻ റവന്യൂ രേഖകളെയാണ് ആശ്രയിച്ചത്. എന്നാൽ റവന്യൂ രേഖകളെ അടിസ്ഥാനമാക്കി ഭൂമിയുടെ ഉടമസ്ഥത തെളിയിക്കാൻ കഴിയില്ലെന്ന ലീഗൽ പ്രൊവിഷൻ ചൂണ്ടിക്കാട്ടി അപേക്ഷകർക്കെതിരായും സർക്കാരിന് അനുകൂലമായും കേസ് തള്ളുകയാണ് ഉണ്ടായത്. നമ്മുടെ കൈവശത്തിലേക്ക് അല്ലെങ്കിൽ ഉടമസ്ഥതയിലേക്ക് ഒരു വസ്തു എന്ന് വെച്ചാൽ ഭൂമി കൈമാറി ലഭിക്കുമ്പോൾ അത് നമ്മൾ ഉടൻ പോക്കുവരവ് ചെയ്ത് നമ്മുടെ പേരിലേക്ക് മാറ്റും. നമ്മുടെ പേര് റവന്യൂ റെക്കോർഡുകളിൽ ചേർത്ത് കിട്ടിയാൽ നികുതി സ്വീകരിച്ച് ടാക്സ് റെസീറ്റ് തയ്യാറാക്കി തരും. ഈ റെസീറ്റിനെ ഉടമസ്ഥത സംബന്ധിച്ച രേഖയായാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നികുതി ചീട്ട് ഭൂമിയിന്മേലുള്ള ഉടമസ്ഥത സംബന്ധിച്ച ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. ശരിക്കും ഭൂമിയുടെ ഉടമസ്ഥത മറ്റ് നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. റവന്യൂ റെക്കോർഡുകൾ ഉടമസ്ഥത സംബന്ധിച്ച ഒരു രേഖയല്ല. ഇത് ഉടമസ്ഥത സംബന്ധിച്ച രേഖയാണോ എന്ന ചോദ്യം നേരത്തെയും പലതവണ സുപ്രീം കോടതി വരെ എത്തിയ ചോദ്യമാണ്. നമുക്കെല്ലാവർക്കും അല്പം സംശയം ജനിപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്. സങ്കൽചൻ ജയ്ചന്ദ്ഭായ് പട്ടേലും മറ്റു ചിലരും ചേർന്നാണ് ഈ ചോദ്യം സുപ്രീം കോടതിയിൽ നേരത്തെ ഉന്നയിച്ചത്. അതിൽ സുപ്രീം കോടതി ഇങ്ങനെയാണ് പറഞ്ഞത്. പാരഗ്രാഫ് 7 മ്യൂട്ടേഷൻ എൻട്രീസ് ആർ only to enable the state to collect revenues from the persons in possession and enjoyment of the property, and the right, title and interest as to the property should be established adheres to the entries. Entries are only one of the modes of proof of the enjoyment of the property. Mutation entries do not create any title or interest therein. ഭൂമിയുടെ കൈവശക്കാരനിൽ നിന്നും റവന്യൂ കളക്ട് ചെയ്യുന്ന സർക്കാരിന്റെ ഒരു ഏർപ്പാട് മാത്രമാണ് പോക്കുവരവ് എന്ന്. നികുതി കൃത്യമായി പിരിക്കുന്നതിനുള്ള ഒരു അക്കൗണ്ട് മാത്രമാണ് തണ്ടപ്പേർ. ഭൂമി കൈവശം വെച്ച് എൻജോയ് ചെയ്യുന്നവരിൽ നിന്നും നികുതി പിരിക്കുന്നതിനുള്ള ഒരു നടപടി ഈ പോക്കുവരവ് എൻട്രി കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് തണ്ടപ്പേർ അക്കൗണ്ട്. ഈ അക്കൗണ്ടിൽ ഓരോ സാമ്പത്തിക വർഷവും ഭൂമിയുടെ നികുതി ഡ്യൂ ആകും. അത് പിരിച്ചെടുത്ത് സർക്കാർ ഖജനാവിലേക്ക് നൽകുകയാണ് റവന്യൂ അധികാരികൾ ചെയ്യുന്നത്. ഇത് പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറും. ഭൂമിയുടെ അവകാശം, ഉടമസ്ഥത, മറ്റ് അവകാശങ്ങൾ ഇവ തണ്ടപ്പേർ അക്കൗണ്ട് കൊണ്ട് തെളിയിക്കാനാകില്ല. മ്യൂട്ടേഷൻ കൊണ്ട് യാതൊരുവിധ ഉടമസ്ഥതയും അവകാശങ്ങളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് അടിവരയിട്ട് ഈ വിധിന്യായത്തിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇത് മാത്രമല്ല, മറ്റ് നിരവധി വിധികളിലും ഇതേ ലീഗൽ പൊസിഷൻ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പല പല ഹൈക്കോടതി വിധികളിലും ഇത് പറഞ്ഞിട്ടുള്ളതായി കാണാം. കാനൻസ് ഓഫ് ടാക്സേഷൻ പറയുന്നത് നികുതി അസസ് ചെയ്യുന്നതും ഈടാക്കുന്നതും ഉടമസ്ഥതയെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് ആ വസ്തുവിന്റെ എൻജോയ്മെന്റിനെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ടാണ് നികുതി ഒടുക്കി എന്നത് ഉടമസ്ഥതയുടെ തെളിവായി സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത്. പരംദേവ് വേഴ്സസ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ നിരവധി കേസുകളിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. റവന്യൂ അധികാരികൾ റവന്യൂ പിരിച്ചെടുക്കുന്നതിനു വേണ്ടി
ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമായാണ് പോക്കുവരവ് ചെയ്യുന്നത്. ഇക്കാര്യം പോക്കുവരവ് ചട്ടങ്ങളിലും വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വസ്തുത, നമ്മുടെ ഭൂമിയുടെ ടൈറ്റിൽ സംബന്ധിച്ച ഒരു തർക്കം ഉടലെടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് പോക്കുവരവ് ചെയ്ത ഉദ്യോഗസ്ഥനെതിരായി വിജിലൻസിൽ ഒരു പരാതി ഫയൽ ചെയ്യും. എന്നിട്ട് അതുമായി മുന്നോട്ട് പോകുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കുറെ സമയം നഷ്ടപ്പെടും. മേലധികാരികൾക്ക് അല്ലെങ്കിൽ വിജിലൻസിന് നിയമപരമായി ഉദ്യോഗസ്ഥനെതിരായി നടപടിയൊന്നും സ്വീകരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ വരുമ്പോൾ കുറെ നാളുകൾക്ക് ശേഷം ഉദ്യോഗസ്ഥനെതിരായ നടപടി അവസാനിപ്പിക്കും. അപ്പോഴേക്കും നമുക്ക് സിവിൽ കോടതി വഴി ലഭിക്കുമായിരുന്ന പരിഹാരത്തിനുള്ള സമയം കഴിഞ്ഞു പോകുകയും ചെയ്യും. നമുക്കറിയാം, നമ്മുടെ കൈവശമുള്ള ഭൂമിയിൽ പ്രിസംപ്റ്റീവ് ടൈറ്റിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഭൂമിയുടെ കൈവശക്കാരനെ ഉടമസ്ഥനായി കണക്കാക്കും. ഭൂമി കൈവശം വെച്ച് അതിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് എടുക്കുന്നവരെയാണ് ഉടമസ്ഥനായി കണക്കാക്കുന്നത്. അവരിൽ നിന്നാണ് ടാക്സ് പിരിക്കുന്നത്. അതിനുവേണ്ടി തയ്യാറാക്കുന്ന റവന്യൂ രേഖകൾ ഭൂമിയുടെ കൈവശസ്ഥിതി പ്രതിഫലിപ്പിക്കുന്നു എന്ന് കർണാടക ഹൈക്കോടതി നരസമ്മ ആൻഡ് അതേഴ്സ് കേസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ടാക്സ് അസസ് ചെയ്ത് ഈടാക്കി തുടങ്ങിയാൽ പിന്നെ ആ ടാക്സ് സ്റ്റേ ചെയ്യാനോ നിർത്തൽ ചെയ്യാനോ നിയമപരമായി വളരെ പ്രയാസമാണ്. കാരണം ആ ടാക്സ് ജമാബന്ദി ചെയ്തിരിക്കുകയാണ്. ലളിതമായി പറഞ്ഞാൽ അത്രയും ടാക്സ് മുതൽ വെച്ചിരിക്കുകയാണ്. മുതൽ വെച്ച ടാക്സ് അതാത് വർഷം പിരിച്ചെടുക്കാതിരിക്കാനാകില്ല. ടൈറ്റിൽ സംബന്ധമായി തർക്കം വന്നാലും തർക്ക വിവരം രേഖപ്പെടുത്തി ടാക്സ് കൃത്യമായി പിരിച്ചെടുക്കുന്നതാണ്. തർക്കം ഫയൽ ചെയ്യേണ്ടത് സിവിൽ കോടതിയിലാണെന്ന് അറിയാമല്ലോ. തർക്കത്തിനൊടുവിൽ ടൈറ്റിൽ മാറുകയാണെങ്കിൽ ടാക്സ് ഡിഗ്രി ഹോൾഡറിൽ നിന്നും തുടർന്ന് പിരിച്ചെടുക്കും. ഭൂമിയുടെ ടൈറ്റിൽ സംബന്ധിച്ച് എപ്പോൾ വേണമെങ്കിലും തർക്കം ഉയർന്നു വരാം. അത് ജമാബന്ദിയെ ബാധിക്കുകയില്ല. മ്യൂട്ടേഷൻ എൻട്രി ഇൻ റവന്യൂ റെക്കോർഡ്സ് നൈദർ ക്രിയേറ്റ്സ് നോർ എക്സ്റ്റിംഗ്വിഷസ് ടൈറ്റിൽ ടു പ്രോപ്പർട്ടി എന്നതാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിയമം. ഒരു ഭൂമിയുടെ അവകാശം സ്ഥാപിച്ചു കൊടുക്കാൻ തഹസീൽദാർക്ക് അവകാശമില്ല. അതുപോലെ പോക്കുവരവ് ചെയ്തു എന്നതുകൊണ്ട് ആരുടെ അവകാശം നഷ്ടപ്പെടുന്നുമില്ല. യഥാർത്ഥ അവകാശികൾക്ക് സിവിൽ നടപടിയിലൂടെ ഉടമസ്ഥത ഡിക്ലെയർ ചെയ്ത് വാങ്ങാവുന്നതാണ്. ഇത് പോക്കുവരവ് ചട്ടങ്ങൾ റൂൾ 16 വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു തണ്ടപ്പേരുകാരൻ മരണപ്പെടുമ്പോൾ അയാളുടെ അനന്തരാവകാശികളുടെ പേരിലേക്ക് തണ്ടപ്പേർ മാറ്റം ചെയ്യും. ഇവിടെ പരേതന്റെ പിന്തുടർച്ചാ നിയമങ്ങൾ സമ്മറിയായി നോക്കിയാണ് പോക്കുവരവ് ചെയ്യുന്നത്. ഇതിൽ തർക്കമുള്ള പക്ഷം സിവിൽ കോടതി വഴി അനന്തരാവകാശികളെ ഡിക്ലെയർ ചെയ്തു വരുന്നതുവരെ പോക്കുവരവ് നിർത്തിവെക്കാവുന്നതാണ്. എന്നിരുന്നാലും നികുതി പിരിക്കുന്നതിന് തടസ്സമില്ല. അനന്തരാവകാശികളെ കണ്ടെത്തുന്നത് മതം അടിസ്ഥാനമാക്കി അവർക്ക് ബാധകമായ പിന്തുടർച്ചാ നിയമങ്ങൾ പ്രകാരമാണ്. ഇത് പ്രത്യേക വീഡിയോകളായി ലീഗൽ പ്രിസം ഇവിടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ അവകാശികളെ കണ്ടെത്തുമ്പോൾ ഏതെങ്കിലും അവകാശികളെ വിട്ടുപോയാൽ പോക്കുവരവ് ചെയ്ത ഉദ്യോഗസ്ഥനെതിരെ പരാതി ഫയൽ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പരാതി ഫയൽ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഉത്തരം. വിട്ടുപോയ അവകാശിയെ കൂടി ചേർത്ത് തണ്ടപ്പേർ കൃത്യമാക്കാൻ വേണമെങ്കിൽ അപ്പീൽ ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ സിവിൽ കോടതി വഴി തീർച്ചപ്പെടുത്തിയെടുക്കാം. പോക്കുവരവ് ചട്ടം 14(2) പറയുന്നത് അനന്തരാവകാശ ക്രമം അനുസരിച്ച് നിയറസ്റ്റ് ലീഗൽ ഹെയർ ഓഫ് ദ ഡിസീസ്ഡ് പരേതന്റെ ഏറ്റവും അടുത്ത അവകാശികളുടെ പേരിൽ പോക്കുവരവ് ചെയ്ത് അവരിൽ നിന്നും നികുതി ഈടാക്കാനാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒന്നോ രണ്ടോ അവകാശികളെ ചേർക്കാൻ വിട്ടുപോയി എന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായി കണക്കാക്കാനാകുന്നതല്ല. എന്നാൽ ഇങ്ങനെ അവകാശികളെ ഒഴിവാക്കി പോക്കുവരവ് ചെയ്യണം എന്നത് ഒരു അവകാശമായി ആർക്കും ഉന്നയിക്കാനാവില്ല. റവന്യൂ അധികാരികൾ മനഃപൂർവ്വമായി ആരെയും ഒഴിവാക്കി പോക്കുവരവ് ചെയ്യുകയുമില്ല. ഒരു ഭൂമിയുടെ പൊസഷൻ ശൂന്യമായി കണക്കാക്കാൻ കഴിയില്ല. ആർക്കും പൊസഷൻ ഇല്ലാത്ത അവസ്ഥ വന്നാൽ ആ വാക്യൂം സർക്കാർ ഫിൽ ചെയ്യും. സർക്കാർ ആ ഭൂമി കൈവശത്തിൽ വയ്ക്കും. ക്രമേണ ആ ഭൂമി സർക്കാരിലേക്ക് വെസ്റ്റ് ചെയ്യും. ഇതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. കരമടച്ച രസീതിനെ ആശ്രയിച്ചാണ് ആ സ്ഥലത്തെ മറ്റു നികുതികളും ഫീസുകളും ചാർജുകളും മറ്റ് സർക്കാർ ഏജൻസികൾ ഈടാക്കി വരുന്നത്. പ്രോപ്പർട്ടി ടാക്സ്, വാട്ടർ ചാർജ്, കറണ്ട് ചാർജ് ഇങ്ങനെയുള്ള നികുതികൾ. പണ്ടുകാലത്ത് നികുതി ചീട്ട് ഒരു അസൽ മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഓൺലൈനായി കരമടച്ചാൽ എത്ര പ്രിന്റ് വേണമെങ്കിലും എടുക്കാൻ കഴിയും. ഇത്രയുമൊക്കെയാണ് നികുതി ചീട്ടിനെ കുറിച്ച് പറയാനുള്ളത്. സുപ്രീം കോടതി ഉത്തരവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡീസ്.